നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ഇൽക്കൈ ഗുണ്ടോഗനും മാഞ്ചസ്റ്റർ സിറ്റിയും നേർക്ക് നേരാണ്. പക്ഷേ ഗുണ്ടോഗൻ്റെ മനസ്സിൽ സിറ്റിക്കുള്ള സ്ഥാനം എത്രയാണെന്ന് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. ഇന്ന് ഗലറ്റസരായിയുടെ ജേഴ്സി അണിഞ്ഞ് അദ്ദേഹം ഇറങ്ങുമ്പോഴും മനസ്സിൽ മുഴുവനും സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയും ഗലറ്റസരായും തമ്മിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നത്. നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 11ാം സ്ഥാനത്താണ്. 7 കളികളിൽ നിന്ന് 13 പോയിൻ്റാണ്. അതേസമയം ഗലറ്റസരായി 7 കളികളിൽ നിന്ന് 10 പോയിൻ്റോടെ 17ാം സ്ഥാനത്താണ്. രണ്ട് ടീമിനും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടൊരു മികച്ച പ്രകടനം ഗലറ്റസരായി പുറത്തെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ഇൽക്കൈ ഗുണ്ടോഗൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണലിന് പുറകിലാണല്ലോ, 2ാം സ്ഥാനത്താണ്. എന്നാൽ അതൊക്കെ മാറി മറിഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുന്നോട്ട് പോകാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് കിരീടത്തിലേക്ക് വരെ പോകാൻ ഒരു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞേക്കും. ഇപ്പോൾ 4 പോയിൻ്റ് വ്യത്യാസം. 23 കളി 50 പോയിൻ്റ് ആഴ്സണൽ, 23 കളി 46 പോയിൻ്റ് മാഞ്ചസ്റ്റർ സിറ്റി. അദ്ദേഹം പറയുന്നത് നോക്കുക, ഞാൻ വിശ്വസിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആഴ്സണലിനെ തോൽപ്പിക്കാൻ പറ്റും, അവരെ മറികടക്കാൻ പറ്റും, പ്രീമിയർ ലീഗ് കിരീടം നേടാൻ പറ്റുമെന്ന്. ഇപ്പോൾ ആ ഗ്യാപ്പ് ക്ലോസായി വരികയാണല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം ഈ ടീമിനൊരു മൊമെൻറ്റം ലഭിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ they will be able to go on a long unbeaten run. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയൊരു അപരാജിത കുതിപ്പ് നടത്താൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിയും. അതിനവർക്ക് കെൽപ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവരിൽ വിശ്വസിക്കുന്നു, മാനേജറിൽ വിശ്വസിക്കുന്നു, ടീമിൽ വിശ്വസിക്കുന്നു. ഈ ടീമിന് വിഷ് ദം നത്തിങ് ബട്ട് ബെസ്റ്റ് എന്നാണിപ്പോൾ അദ്ദേഹം സിറ്റിയെക്കുറിച്ച് പറയുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ നേരിട്ട് മത്സരമൊക്കെ ഉണ്ടാവും ഇവിടെ, പക്ഷേ എൻ്റെ മനസ്സിൽ സിറ്റിയാണ്. സിറ്റിക്ക് തീർച്ചയായിട്ടും ആഴ്സണലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടത്തിലേക്ക് പോകാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഐ ആം സ്റ്റിൽ എ ഫാൻ ഓഫ് ദിസ് ക്ലബ്ബ്. ഇപ്പോഴും ഞാൻ ഈ ക്ലബിൻ്റെ ഫാനാണ്, ഈ ടീമിൻ്റെ ഫാനാണ്, ഈ മാനേജറുടെ ഫാനാണ്. ഞാൻ ഒരുപാട് മത്സരങ്ങൾ എനിക്ക് കഴിയാവുന്ന സമയത്തൊക്കെ സിറ്റിയുടെ കളികൾ കാണാറുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും സിറ്റിക്ക് ഇത്തവണ പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒബ്വിയസ്ലി ഐ വിഷ് സിറ്റി നത്തിങ് ബട്ട് ദി ബെസ്റ്റ് എന്നുകൂടി ഗുണ്ടോ പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.